എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. അപ്പോൾ മാർക്കറ്റ് 33 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പായിരിക്കണം. 33 പോയിൻ്റ് ഇതെവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 33 പോയിൻ്റ് മാർക്കറ്റ് ഇപ്പോൾ 24,625 ആണ് നിൽക്കുന്നത്. 24,625 പ്ലസ് 33 എന്ന് പറയുമ്പോൾ 24,658. 24,658 എന്ന് പറയുമ്പോൾ 24,667 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അതിനു മുകളിൽ ആദ്യത്തെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ 24,667 മുകളിൽ ഈ ഒരു 24,667 എന്നുള്ള ആ ഒരു ലെവൽ ഏത് രീതിയിലാണ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ നിൽക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു 60% മുകളിലാണോ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്, 60% താഴെയാണോ എന്നുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ 50 മിനിറ്റ്സ് ക്യാൻഡിൽ കഴിഞ്ഞാൽ മുകളിലോട്ട് പോകണോ താഴത്തോട്ട് പോകണോ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മളെ ട്രാപ്പാക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം 24,692 24,627 ഈ രണ്ട് ലെവലിലേക്കും മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, കൺസോൾട്ടേഷൻ സോണിലേക്ക്. അത് നമ്മൾ തൽക്കാലം രാവിലെ 5 മിനിറ്റിൽ എന്താ അവസ്ഥയെന്നൊന്ന് നോക്കണം. കാരണം 5 മിനിറ്റിൽ RSIയിൽ ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. അതായത് ഇൻഡിസിഷൻ ഏരിയ ആണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ 24,661.85 എൻ്റെ ഹൈ പോയേക്കണത് 24,663. അപ്പോൾ അവിടെ ഒരു ലൈൻ അത് ഓൾറെഡി ടച്ച് ചെയ്താണ്. അപ്പോൾ 5 മിനിറ്റിൽ ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. ആ ക്രോസ് ഓവർ താഴത്തോട്ടാണോ അതോ അത് ക്രോസ് ഓവർ വന്നിട്ട് റീക്രോസ് ചെയ്ത് പൊക്കത്തോട്ടാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. അതിൽ നിൽക്കുന്ന ആ ലെവൽ വെച്ച് നോക്കുമ്പോൾ 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവറിലാണ്, 30 മിനിറ്റിൽ ഒരു മടക്കിലാണ് നിൽക്കുന്നത്, 1 അവറിൽ മാത്രമാണ് മാർക്കറ്റ് PE സൈഡിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 24,634 താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം നമ്മൾ PE പറ്റി താൽക്കാലികമായിട്ട് ആലോചിച്ച് വെച്ചാൽ മതി. കാരണം അത് വന്നാലും 24,591 മാർക്കറ്റ് ഫാളാവുന്നത്.
അപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു ട്രെൻഡ് ഡയറക്ഷനിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രെൻഡ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരക്കുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ്, അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് റീടെസ്റ്റ് അടിച്ചിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. അതായത് ട്രെൻഡ് ലൈൻ ഉണ്ട് ചരിഞ്ഞിട്ടുള്ള, അതിൻ്റെ സ്ക്യൂസ് മോഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് ഭാഗത്തേക്ക് ബ്രേക്ക് ആവും എന്നുള്ളത് RSI നമുക്കിവിടെ തുറന്ന് നിൽപ്പിരുന്നെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ C സൈഡാണ് അല്ലെങ്കിൽ P സൈഡാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ആ ഒരു ലെവലിലല്ല മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 24,655 മുകളിലോട്ട് പോയാൽ മാത്രമാണ് സീനെ പറ്റി ആലോചിക്കുന്നുള്ളൂ. നിലവിലെ കണ്ടീഷനിൽ തന്നെയാണ് മാർക്കറ്റ് 50 മിനിറ്റ്സ് നിൽക്കണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ചെറിയൊരു കൺസോളിഡേഷൻ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. സ്റ്റോപ്പ് ലോസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മേളിലോട്ട് പോണ പോലെ കാണിക്കും, മാർക്കറ്റ് താഴത്തോട്ട് വരും, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലെവലുകൾ നോട്ട് ചെയ്ത് വെക്കാം. 24,717 24,760. താഴത്ത് 24,627 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ നമ്മൾ പീനെ പറ്റി നിലവിൽ ആലോചിക്കുന്നുള്ളൂ. 9:12 ഇപ്പോൾ നമ്മൾ ആ അനലൈസ് ചെയ്ത സ്ക്രീനങ്ങ് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് സിയും ബിയും നോക്കാം. സിയുടെ സ്ട്രൈക്ക് വന്നിട്ട് 33 പോയിൻ്റാണ് മാർക്കറ്റിൽ അപ്പ് നിൽക്കുന്നത്. 33 പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 24,500 സി തന്നെ എടുക്കും. ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടുതലുള്ളത് അത് മാത്രമേ ഉള്ളൂ. പിയുടെ സ്ട്രൈക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 24,800 പി എടുക്കാം. അപ്പോൾ സിയുടെ ബേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 205 താഴത്തോട്ട് പോയാൽ മാത്രം നമ്മൾ ഡൗണിനെ പറ്റി ആലോചിച്ച് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു ടാർഗറ്റ് 286. 222 ഇപ്പോൾ ഗ്യാപ്പ് ഫില്ലോട് കൂടി തന്നെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ലെവലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 236 അല്ലെങ്കിൽ ഈ ഒരു സോൺ ഒരു ടാർഗറ്റാണ്. അതായത് 236 255 ലെവൽ എന്നുള്ള ഇൻ ബിറ്റ്വീൻ സ്പേസിൽ എവിടെ റിജക്റ്റ് ആവുമെന്ന് അറിയില്ല, അതൊരു ടാർഗറ്റാണ്. അതൊക്കെ മുകളിലോട്ട് പോയാൽ ഫൈനൽ ടാർഗറ്റ് 286 ആണ്. പിയുടെ കേസിൽ പ്രീവിയസ് ക്യാൻഡിലിൽ ഒരു ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാതെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് എടുക്കാൻ പോകുന്നത് 249 ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ അത് തിരിച്ചു കറങ്ങി മുകളിലോട്ട് വന്ന് 262 ബ്രേക്ക് ചെയ്ത ഹൈ 266 275 ആ ഒരു ലെവലിലായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. പിയിൽ വലിയ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 304 വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 275 പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 282 കൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് 304 കോൺസെൻട്രേഷൻ ചെയ്യാം. സിയുടെ ഫൈനൽ ടാർഗറ്റ് 286 ആണ്. അപ്പോൾ RSI വെച്ച് നോക്കുമ്പോൾ 5 മിനിറ്റിൻ്റെ RSIയിൽ നോക്കുമ്പോൾ സി സൈഡിലൊരു മടക്ക് വന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വലിയ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ സിയുടെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് 230 225 മുകളിലോട്ട് വന്നാൽ മാത്രം 230 കോൺസെൻട്രേഷൻ ചെയ്യാം. പി എഗെയിൻ 257 ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ പിയിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും പിയിൽ ഒരു ബൈ എടുത്തിടുന്നുണ്ട്. അത് അവിടെ ആവറേജിങ് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടിരിക്കണേ. താഴത്തോട്ട് പോയാലും അത്ര വലിയ കാര്യം ഞാൻ ആക്കുന്നില്ല. കാരണം അത് തിരിച്ച് 260 ബ്രേക്ക് ചെയ്ത് RSI പോയി കറങ്ങിത്തിരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് 263 267 ഉള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാൻ പാകത്തിനാണ് ഞാനതവിടെ ചെയ്തിട്ടിരിക്കണേ. അപ്പം അതിനിടക്ക് ഇവിടെ സ്റ്റിൽ RSI സി സൈഡിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. അത് ഏത് നിമിഷവും മാർക്കറ്റ് ക്രോസ് ഓവർ ആവാം. അപ്പോൾ നമ്മൾ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇപ്പോൾ പിയിലെടുത്ത് വെച്ചു എന്ന് വിചാരിച്ചിട്ട് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളില്ല. ഞാനിത് ഉദ്ദേശിച്ചിരിക്കുന്നത് SMA-ലേക്കുള്ളൊരു വലിവ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡിൽ ഇന്നലെ 3.25 ക്യാൻഡിൽ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാതെയാണ് പോയിരിക്കണേ. അപ്പോൾ മാർക്കറ്റ് 265 വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഉദ്ദേശിച്ചിട്ട് ഞാനവിടെ ആവറേജിങ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് ഞാനിനി ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ ചെയ്യുമെന്ന് വെച്ചാൽ 236 ഭാഗത്തോട്ട് പോയാൽ മാത്രമാണ് ഞാനത് ഒരു ആവറേജിങ്ങിനെ പറ്റി ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് തിരിച്ച് വലിഞ്ഞു കയറി വരട്ടെ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. കാരണം ഇതൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് കാണുമ്പോഴത്തേക്കും നമ്മൾ പേടിച്ച് ഉടനെ ക്വിറ്റ് ചെയ്യാതെ എങ്ങനെ ഡിസിപ്ലിനായിട്ട് പേടിയില്ലാതെ ഒരു ട്രേഡ് ചെയ്യാം. അതിന് നമ്മൾ എന്തിനേയും നേരിടാൻ തയ്യാറായേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എടുത്തു, എനിക്ക് ഡയറക്ഷൻ അറിയാൻ പാടില്ല. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആണ്, ഞാനങ്ങത് എടുത്തു. അത് നല്ല രീതിയിൽ താഴത്തോട്ട് പോയി. അപ്പോൾ ഞാനവിടെ പേടിച്ച് മാറുകയല്ല വേണ്ട, അത് ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം RSI സിയുടെ കർവ് ആവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതേപോലെ പിയിലൊരു കർവ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് താഴത്തോട്ട് പോയാലും നമുക്കത് ആവറേജിങ്ങിൽ തിരിച്ച് പിടിക്കാം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ 261 കൺസോളിഡേഷൻ സോണ് മാർക്കറ്റ് എത്തിയിട്ടില്ല. നമ്മൾ 217 അല്ലെങ്കിൽ ഒരു 225 ബ്രേക്ക് ചെയ്യാതെ നമ്മളൊരു കാരണവശാലും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ കേസ് 50 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ 24,600 എന്നുള്ള ഒരു സപ്പോർട്ട് ലെവലുണ്ട്. ആ സപ്പോർട്ട് ലെവൽ ഇൻഡെക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,589 എന്നുള്ള കൺസോളിഡേഷൻ സോണിൽ വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 260, 267 പോയിന്റ് അത് കിട്ടിയാൽ മതി, നമുക്ക് താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. അതതിൻ്റെ വഴിക്ക് അവിടെ നടക്കും. സിയിൽ നമ്മൾ 225 ബ്രേക്ക് ചെയ്താൽ 230, അതും ബ്രേക്ക് ചെയ്താൽ 236 കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു 7 ലോട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഗ്രാജുവലി ആവറേജ് ചെയ്ത് 7 ലോട്ട് വരെ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ലോസ് വന്നാലും അത് ടെൻഷൻ ഇല്ല എന്നുള്ള രീതിയിൽ ആ കൺസെപ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു സ്ഥിരത മാറുന്ന ഡയറക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഇടയ്ക്കൊരു എൻട്രി എടുത്തത് നമ്മൾ പെട്ടുപോയാലും നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെ എങ്ങനെ ട്രേഡ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ, വലിയ ലോട്ടുകളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. നേരെ മറിച്ച് അവിടെ 10 ലോട്ടോ 15 ലോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാജുവലി ടെൻഷൻ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് കൺസോളിഡേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടൽ നടക്കത്തുമില്ല. ഇരുന്നൂറ്റി അറുപത്തിയേഴ് വരെ അടുത്ത ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് ഫോം ആയിട്ടുണ്ട്. ഭയങ്കര വോൾട്ടാലിറ്റിയാണ്. അവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. 267 വരെ നോർമലി മൂവ്മെൻറ്റും 267 മുകളിൽ ക്യാൻഡിൽ സ്റ്റേ ആയാൽ മാത്രമാണ് മാർക്കറ്റ് 278 അതൊക്കെ മേലേക്ക് മാർക്കറ്റ് പോയാൽ 304 വരെയൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ.
മാർക്കറ്റ് 205 താഴെയാണ് സി നിൽക്കുന്നത്. അത് 205 മേളിൽ ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ 211 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താലാണ് മാർക്കറ്റ് 222ലേക്കോ 236ലേക്കോ പോകത്തുള്ളൂ. മറ്റേത് 376 പോയിന്റ് രൂപയാണ് സിംഗിൾ ലോട്ടിൽ ലോസായി നിൽക്കുന്നത്. ഒരു ബേസിലാണ് ഇപ്പോൾ സി സപ്പോർട്ട് എടുത്ത് SMA മുട്ടി നിൽക്കുന്നത്. നമുക്ക് 215 ബ്രേക്ക് ചെയ്യാതെ സി മൂവായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗ്രീൻ വന്നു എന്ന് വെച്ചിട്ട് അതൊരിക്കലും ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമല്ല. 215 മുകളിൽ വന്നാൽ 222ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് ആദ്യം കിട്ടും. 222 കൺസോളിഡേഷൻ സോണാണ്. 215 മുകളിലോട്ട് വരാതെ നമ്മൾ സി നോക്കിയിട്ട് കാര്യമില്ല. കാരണം ക്രോസ് ഓവർ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് അറിയാൻ പാടില്ലാത്ത നിൽക്കുന്ന ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 215 ബ്രേക്ക് ചെയ്താൽ 222 ഒരു കൺസോളിഡേഷൻ സോണുണ്ട്. ആ 222 വരുമ്പോൾ പിന്നെ മാർക്കറ്റ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ട്രഗിൾ ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒരു മൂവപ്പ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 238ലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. $242 കൺസോളിഡേഷൻ സോണിലാണ് പി നിൽക്കുന്നത്. അതവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ 230, 220, അവിടെ നിന്നും താഴത്തോട്ട് വന്നാൽ 210. 210 ഫസ്റ്റ് ആവറേജിങ് രണ്ട് ലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ചെയ്യും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും ആവറേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇവിടെ 242 ഒരു ആവറേജിങ് സോണാണ്, ശരിക്കും കൺസോളിഡേഷൻ സോണാണ്. ഇവിടെ ഒരു 2-3 ക്യാൻഡിൽ ഇവിടെ കൺസോളിഡേഷൻ ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് തിരിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പലരും RSI ക്രോസ് ഓവർ നോക്കി ഇവിടെ ഒരു ക്രോസ് ഓവർ വരും, അപ്പോൾ പിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അവരെ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കേസ് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് 5000 രൂപയാണ് ഡെയിലി വേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ 7 ലോട്ട് എടുക്കാനുള്ള ഫണ്ടുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് മുഴുവനും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ലോസ് വന്നാൽ നമുക്കത് തിരിച്ചു പിടിക്കാനും പറ്റില്ല. നമ്മൾ പാനിക്കായി പോകും. പക്ഷെ ഒരു ലോട്ടാണ് അവിടെ 7 ലോട്ടുള്ള. പിന്നെ 10 ലോട്ടിലാണെങ്കിൽ 1 ലോട്ട്, 10 ലോട്ട് എടുക്കാനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ 2 ലോട്ട് വരെ എടുക്കാം. 20 ലോട്ട് എടുക്കാനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ 4 ലോട്ട് വരെ എടുക്കാം. 100 ലോട്ട് എടുക്കാനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് 20 ലോട്ട് വരെയൊക്കെ എടുക്കാം. കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ പിയിൽ ഒരു ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ലോ കൂടെ ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ മാർക്കറ്റ് 240 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു 237 താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 230ലേക്കായിരിക്കും ഫാളാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നമ്മൾ ആക്കിയിട്ടിട്ടില്ല. ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് 230ലേക്ക് പോരും. നേരെ മറിച്ച് ഈ ക്യാൻഡിൽ 247 മുകളിലാണ് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നേരെ വീണ്ടും 260ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. ഇപ്പം നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് 259.40 ആണ്. അപ്പോൾ ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു രണ്ട് ബൈ ആവറേജ് ചെയ്തപ്പോൾ
249.50 നിന്ന് ആവറേജിങ് പ്രൈസ് 252 വന്നിട്ടുണ്ട്. ആ 252 നമ്മളെപ്പോഴും ആവറേജ് ബൈ ആണെങ്കിലും നമ്മളൊരു വര വരച്ചിട്ടാലും അവിടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എപ്പോഴായിട്ടാണെങ്കിലും വരും. അപ്പോൾ ഞാനത് ആവറേജ് ചെയ്തു. ഇത് നേരെ 262 പോയി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ് ചെയ്തിട്ടുണ്ട്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 262 മുട്ടുമ്പോൾ 10.3 ലോട്ടിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലോവിൽ എന്താ ചെയ്തു വെച്ചേക്കണേന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ലോവിലാണ് എൻട്രി എടുത്തത്. അപ്പോൾ നമ്മുടെ ആ 2 ലോട്ട് ആവറേജിങ് പ്രൈസ് എന്ത് ചെയ്യും, അവിടെ തന്നെ നമ്മൾ എൻട്രി എടുത്ത അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് കയറ്റി അവിടെ ലോക്ക് ചെയ്ത് വെക്കും. ഇപ്പോൾ 460 സിംഗിൾ ലോട്ടിൽ 21 പോയിൻ്റാണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്ന കേസ്. സിംഗിൾ ലോട്ടിൽ 21 പോയിൻ്റാണ് നമ്മളുടെ ടാർഗറ്റ്. അതായത് 500 രൂപയാണ് നമ്മൾ ഒരു ദിവസം ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഏകദേശം 412 രൂപയിൽ ആയിട്ടുണ്ട്. 492, 772 രൂപ SMAയിൽ മുട്ടാൻ പോകണുള്ളൂ. മുട്ടിയില്ല, ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണ കാരണമാണ്. അല്ലെങ്കിൽ ആ 260 മുട്ടിയപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പരിപാടി തീർക്കായിരുന്നു. SMA 760 രൂപ SMAയിൽ മുട്ടി സിമ്പിളായിട്ട് നമ്മൾ നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. അതായത് താഴത്തോട്ട് പോന്നു, ഇവിടെ ഒരു ക്യാൻഡിൽ വന്നു, അതിൻ്റെ ലോവർ വിക്ക് വന്നു, അത് ഈ മഞ്ഞോ ലൈൻ്റെ താഴെ സപ്പോർട്ട് എടുക്കുന്നെന്ന് തോന്നി, അവിടെ 2 ലോട്ട് ആവറേജ് ചെയ്തു. ആ മൂവ്മെൻറ്റ് SMAയിൽ എത്തിയപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, നമ്മുടെ ട്രേഡ് വൈൻഡ് അപ്പ് ചെയ്തു. അത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 275 വരെ മാർക്കറ്റ് മൂവ് ആവും. കാരണം SMA മാർക്കറ്റ് ടച്ച് ചെയ്യാനുണ്ടായിരുന്നു, അതേപോലെ 265 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. 265 മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഓൾറെഡി എഴുതി കാണിച്ചതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ അതേപോലെ ഏത് സമയത്തും RSI ക്രോസ് ഓവർ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളവിടെ പാനിക് ആവാതെ എങ്ങനെ ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇൻ കേസ് നമ്മൾ ആവറേജ് ചെയ്ത സ്ഥലത്ത് മാർക്കറ്റ് ഒന്ന് കയറി പോയിട്ട് തിരിച്ച് അതേപോലെ താഴത്തോട്ട് വരുമായിരുന്നെങ്കിൽ നമ്മൾ ആവറേജ് ചെയ്ത അതേ പൊസിഷനിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ 2 ലോട്ട് എക്സിറ്റ് ആവും. എവിടെ കയറിയോ അവിടെ തന്നെ 2 ലോട്ട് എക്സിറ്റ് ആയിട്ട് വീണ്ടും താഴത്ത് വന്നിട്ട് 230 സപ്പോർട്ട് എടുത്തിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും 2 ലോട്ട് അവിടെ ആവറേജ് ചെയ്യും. നേരെ മറിച്ച് അവിടെ നിന്ന് വീണ്ടും 2 ലോട്ട് താഴത്തോട്ട് വന്നാൽ പിന്നെ നമ്മൾ 210 ആവറേജ് ചെയ്യുന്നത്. ആ ആവറേജിങ് നമ്മൾ സ്റ്റിൽ ഹോൾഡ് ചെയ്യത്തേ ഉള്ളൂ. കാരണം ഇവിടെയൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു 2 ക്യാൻഡിലുണ്ട്, ഈ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് നല്ല രീതിയിൽ പോയത്. അപ്പോൾ അതേ മോർണിംഗ് സ്റ്റാറിൻ്റെ ലെവലിലാണ് ഈ ഒരു ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തത്. അപ്പോൾ ഇത് ഓൾറെഡി 267 ആയിട്ടുണ്ട്. നമുക്കറിയാം അത് 267 വരെ പോകും എന്നുള്ള കാര്യങ്ങൾ അറിയാം. പക്ഷേ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനത് എക്സിറ്റ് ചെയ്തതാണ്. പിന്നെ രണ്ടാമത്തെ കേസ് RSI Pയിലേക്ക് ഏത് നിമിഷവും ഒരു ക്രോസ് ഓവർ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഈ മൂവ്മെൻറ്റ് സ്റ്റേബിളായിട്ട് 275ൻ്റെ മുകളിൽ ക്ലോസ് ആവുകയും ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 304 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് നിലവിൽ മാർക്കറ്റുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ 275ൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഇതിപ്പോൾ കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 267 മാർക്കറ്റ് വന്നിട്ടില്ല, 267 വരും, കറങ്ങിത്തിരിഞ്ഞൊക്കെ വരണം. RSIയിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 265ഉം 267ഉം ബ്രേക്ക് ചെയ്ത് 275ൻ്റെ മുകളിൽ സ്റ്റേ ചെയ്താൽ ഫൈനൽ ടാർഗറ്റ് മാർക്കറ്റിൽ 304 ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് വെറുതെ പാനിക്കായിട്ട് ഇരുന്നിട്ടോ അല്ലെങ്കിൽ ലോസ് പോയി എന്ന് കണ്ടിട്ടോ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ആവറേജിങ് നല്ലൊരു മെത്തേഡാണ്, അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുകയും വേണം. വൺ സൈഡ് മാർക്കറ്റ് ആവുകയാണെങ്കിൽ ആവറേജിങ്ങിൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോവുകയാണെങ്കിൽ നമ്മൾ മന്ത്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മൂവൊക്കെ പ്രതീക്ഷിച്ച് മണി മാനേജ്മെൻറ്റ് ചെയ്ത് എത്ര ലോസ് ആണെങ്കിലും നമ്മളത് ക്വിറ്റ് ചെയ്തിരിക്കണം. പിന്നീട് നമ്മൾ ആവറേജ് ചെയ്യാൻ തുടങ്ങേണ്ടത് പുതിയ സ്ട്രൈക്കിലായിരിക്കണം. അല്ലാതെ ആവറേജ് ചെയ്ത് അതിനെ 21 പോയിൻറ്റിന് താഴത്തോട്ട് കൊണ്ടുപോകരുത്. 21 പോയിൻറ്റിന് താഴത്തോട്ട് പോയാൽ സാധനം തിരിച്ച് കയറി വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ വാല്യൂ കൂടിയതെടുത്ത് നിൽക്കുന്നത്. അതായത് നമ്മൾ ട്രേഡ് അവസാനിപ്പിക്കുമ്പോൾ ഇൻ ദ മണിക്ക് താഴത്തോട്ടുള്ള ലെവലിലേക്ക് മാർക്കറ്റ് പോകാതിരിക്കുക.
അതിന് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് എക്സിറ്റ് ആവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ ആവറേജിങ് തീരുന്നത് വരെ നമ്മുടെ പ്രൈസ് ഈ അറ്റ് ദ മണിക്ക് മുകളിലുള്ള ലെവലിൽ എപ്പോഴും നിൽക്കണം. ഡെൽറ്റ വാല്യൂ കൂടുതലായിട്ട് നിൽക്കണം. എങ്കിലാണ് പെട്ടെന്ന് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. കാരണം നമ്മൾ കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഈ കിടന്നുണ്ട് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ റീസൺ. 215 മുകളിൽ 205 മുകളിൽ 205 206 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 215 മുകളിലോട്ട് പോയാൽ മാത്രമാണ് സിക്ക് ചാൻസ് ഉള്ളൂ. നമ്മൾ ഡിസിപ്ലിനായിട്ട് ഈ ഒരു ക്യാൻഡിലിൽ ഫുൾ സ്വിങ് എടുത്ത് നമ്മൾ ഡിസിപ്ലിനായിട്ട് എടുത്ത് മാറി. നേരെ മറിച്ച് ഞാനത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് പോയേനെ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എവിടെ കയറി എവിടെ ഇറങ്ങി, SMA ടച്ച് ചെയ്തു, നമ്മൾ അവിടെ ഇറങ്ങി. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 275 304 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പം ഞാനത് ഇറങ്ങിയില്ലായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അവിടെ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ എക്സിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ മാർക്കറ്റ് വീണ്ടും ആ 2 ലോട്ട് ആഡ് ചെയ്തത് അടിച്ചു പോയേനെ, വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് പോയേനെ. അപ്പോൾ 277 രൂപയാവുമ്പോൾ അന്ന് ഒരു 10 രൂപയും കൂടെ കിട്ടട്ടെ, അല്ലെങ്കിൽ 1 രൂപയും കൂടെ കിട്ടി മാർക്കറ്റ് മൂവ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു റെഡായിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു ഗ്രീനായിട്ട് ഒന്നും ഞാൻ കണക്ക് കൂട്ടുന്നില്ല. ഇത് മാക്സിമം പോയി റിജക്ഷൻ അടിക്കാവുന്നത് 215 വരെയാണ്. 215ൻ്റെ മുകളിൽ ക്യാൻഡിൽ മൂവ് കിട്ടിയാൽ മാത്രമാണ് അത് സി ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി പിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 258 ഒക്കെ ബ്രേക്ക് ചെയ്യണം. 258 265 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 230 താഴത്തോട്ട് പോയാൽ മാത്രമാണ് CE 215 ബ്രേക്ക് ചെയ്ത് PE 230 കൂടെ ബ്രേക്ക് ആയാൽ മാത്രമാണ് സിയിൽ അപ് ട്രെൻഡ് തുടങ്ങി എന്ന് നമുക്ക് ഏകദേശമൊക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അത് 210 വരെ വരാം. അപ്പോൾ മാർക്കറ്റ് നോക്കിയേ, നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവിടെ ഇറങ്ങിയില്ല ഇരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമുക്കതാണ് ഒരു ഡിസിപ്ലിൻ ട്രേഡർക്ക് വേണ്ടത്. മാർക്കറ്റ് ഏത് രീതിയിൽ മൂവ് ആവട്ടെ, ഒരു ടാർഗറ്റിൽ ഇറങ്ങുക, പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു 250 രൂപ കൂടെ കിട്ടിയ ഡെയിലി തച്ചായി. അത് ഇനിയിപ്പോൾ കുറേ നേരം റിലാക്സ് ചെയ്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതേപോലെയൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. RSIയിൽ ചെറിയൊരു മട്ടക്ക് താഴത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ RSIയിൽ അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം അടുത്ത ക്യാൻഡിൽ 215 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 222 230 238 വരെയൊക്കെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം സിയിൽ RSIയിൽ ഒരു റീക്രോസ് ഓവർ മേളിലോട്ട് വന്നിട്ടുണ്ട്. ഹൈ വോളിയം അടുത്ത ക്യാൻഡിലും ഈ ക്യാൻഡിലും ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ നല്ല രീതിയിലുണ്ട്. കാരണം ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് ക്രോസ് ഓവർ വന്നു, വീണ്ടും റീക്രോസ് ഓവറായി മാർക്കറ്റ് നിൽക്കുകയാണ്. മേ ബി അടുത്ത ക്യാൻഡിൽ ഇതൊരു ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ അടുത്ത ക്യാൻഡിലിൽ 222 231 237 3 ലെവലുകൾ മാർക്കറ്റിൽ നിൽപ്പുണ്ട്. അതിലേതാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രം നമുക്ക് ആലോചിച്ച് വെച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഒരു ക്യാൻഡിൽ താഴത്തോട്ട് അടുത്ത ക്യാൻഡിൽ മുകളിലോട്ട്? നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ ചെറിയ പോയിൻ്റ് എടുത്തിട്ടുള്ളൂ. അതേ 15 മിനിറ്റ്സിൻ്റെ പ്ലേസിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം 24,629 എന്നുള്ളത് കൺസോളിഡേഷൻ സോണാണ്. അപ്പോൾ ആദ്യത്തെ റെഡ് ക്യാൻഡിൽ ഉണ്ടായി, അതിനുശേഷം അതേ അളവിൽ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി. അപ്പോൾ ഏകദേശം 10 മണിയോട് കൂടിയൊക്കെയാണ് ഒരു മാർക്കറ്റ് മൂവ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. 10 മണിക്ക് നമ്മുടെ ഒരു ടാർഗറ്റ് എവിടെയെങ്കിലും മുട്ടി നിൽക്കേണ്ടതാണ്. 230 താഴത്തോട്ട് മാർക്കറ്റ് PE ഡൗൺ ആയാൽ സാധനം 210 ഫാളാവും. പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ ക്യാൻഡലിൽ 2 കാര്യങ്ങൾ ചെയ്യാം. കാരണം ഒരു PE എടുക്കാം, ഒരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം, ഒരു CE എടുക്കാം,
ഒരു 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കാം. ഇപ്പോൾ 21 പോയിൻ്റോ 31 പോയിൻ്റോ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണോ 31 പോയിൻ്റ് ആവണത് ആ സമയത്ത് എക്സിറ്റ് ആവാം. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻഡിസിഷൻ പ്ലേസിൽ അങ്ങനെയൊക്കെ ചെയ്തു വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും നിലവിലുണ്ട്. നമ്മൾ സിയിലേക്ക് പറഞ്ഞു 215 ബ്രേക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ 230 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 210ലേക്ക് 215 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ 222 3 സ്ഥലങ്ങളാണ്. 222, 230, 237. ഇതിൽ ഏത് സ്ഥലത്തേക്കാണ് സിംഗിൾ ക്യാൻഡിലിൽ മൂവ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കേസ് നമ്മൾ അലർട്ട് ആവണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്നെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ നേരെ ഡൗൺ ആയിട്ട് പി നേരെ മുകളിലോട്ട് മൂവ് ആവും. കാരണം RSIയുടെ ഡൈവർജൻസ് വെച്ചിട്ട് പോസിബിലിറ്റി ഒരു നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ ഒരു 80% പിയിൽ മൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതും പ്രതീക്ഷിക്കണം. പിയിൽ ഇപ്പോൾ സിംഗിൾ മൂവ്മെൻറ്റ് 238 എൻട്രി എടുത്താൽ നമുക്ക് 230 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ 210 വരെ വരും. അപ്പോൾ RSIയിൽ ആ സമയത്ത് ക്രോസ് ഓവർ ആവുമോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ക്യാൻഡിൽ നമുക്ക് ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ റീസൺ. കാരണം നെക്സ്റ്റ് ക്യാൻഡിൽ ആദ്യം ഒരു ലോ ഉണ്ടായിട്ട് തിരിച്ച് 240 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ പിയുടെ മൂവ്മെൻറ്റും, നേരെ മറിച്ച് ആദ്യത്തെ സിയുടെ ക്യാൻഡിൽ 207ലേക്ക് ഒരു ലോ ഉണ്ടായതിന് ശേഷം 215 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ സിയിലും ആയിരിക്കും ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വരുന്നത്. കാരണം ഇവിടെയും ഇപ്പോൾ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിയിൽ. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ 230 വരെ മാർക്കറ്റ് പോകും. കാരണം സിയിൽ ഒരു മൂവ്മെൻറ്റിനുള്ള സ്പേസ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. 215 കിടന്നത് 220ലേക്ക് ഒരു സ്പേസ് റണ്ണായിട്ടുണ്ട്. അപ്പോൾ 214 ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ 220ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ മതി, അല്ലാതെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഒരു സ്പേസ് ഇട്ടപ്പോൾ അത് ട്രാപ്പ് ആവാനായിട്ടുള്ള ചാൻസസും കൂടെ ഉണ്ട്. അപ്പോൾ 214, 215 ബ്രേക്ക് ചെയ്താൽ 220ലേക്കുള്ളൊരു മൂവ്മെൻറ്റും 222, 230, 237 ആ ഭാഗത്തേക്ക്. നിലവിൽ പിയുടെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് 210ലേക്ക് മാർക്കറ്റ് ഫാൾ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ 80%ഉം പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. ഇൻ കേസ് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അതാണ് നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ റീസൺ. ഇത് കണ്ടിന്യൂ ചെയ്ത് പോരുവാണെങ്കിൽ ഇനി 275, 304 ഭാഗത്തേക്ക് പോകും. ഈ ഒരു മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 242ൻ്റെ മുകളിൽ സ്റ്റേ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് 275, 304 ഭാഗത്തേക്കായിരിക്കും പോകണത്. പിന്നെ എന്തുകൊണ്ടാണ് സിയിൽ ഒരു ചാൻസസ് വരാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ 215ൻ്റെ പൊക്കത്ത് 220ലേക്ക് ഒരു സ്പേസ് ഇട്ടിരിക്കുന്ന കൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഒരു മൂവ് വരാനായിട്ടുള്ളൊരു ചാൻസ് നിലവിൽ അവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതും. പിന്നെ ഡോജി ക്യാൻഡിലാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് 228 വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതും. ഈ 220 എന്തായാലും ബ്രേക്ക് ചെയ്യണം. ആളെ ട്രാപ്പിലാക്കുന്ന പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ചലനങ്ങളും നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യണം. നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തത് പിയിൽ തന്നെയാണ്. പിന്നെ 220 സ്പേസ് ഇട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ലോ ബ്രേക്ക് ചെയ്ത താഴത്തോട്ടും ഹൈ ബ്രേക്ക് ചെയ്ത സിയുടെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകും എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ശരിക്കും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മൂന്നാമത്തെ സിയുടെ ക്യാൻഡിലിൻ്റെ അതേ വലുപ്പത്തിലുള്ള ക്യാൻഡിൽ അവിടെ ഉണ്ടാവേണ്ടതാണ്. അത് കണക്കൂട്ടിയിട്ടാണ് നമ്മൾ 230 പറഞ്ഞത്. അപ്പോൾ കണക്കൂട്ടിൽ കറക്റ്റ് ആണെങ്കിൽ പിയുടെ ക്യാൻഡിൽ 210 വരെ വരേണ്ടതാണ്. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോ
നമ്മൾ ടെക്നിക്കലി നോക്കുന്ന കാര്യങ്ങളാണ്. 220 എത്ര വരെ പോയിട്ടുണ്ട്? 220.5 വരെ പോയിട്ടുള്ളൂ. കാരണം ആ 220 എന്നുള്ള സ്പേസ് അവിടെ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അത് അഗെയിൻ ഒരു തവണ കൂടെ അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സിയിലായിരിക്കും മൂവ്മെൻറ്റ് വരുന്നത്. 215 മുതൽ 220 വരെ ഒരു സ്പേസ് ഇട്ടത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അത് ആദ്യത്തെ റെസ്പെക്റ്റാണ്. ഇനിയും ഈ ഒരു ടൈം ഫ്രെയിം തീരാനായിട്ട് 2 മിനിറ്റ് ഉണ്ട്. ഇപ്പം 207 താഴത്തോട്ട് വന്നാൽ മാത്രം നമ്മൾ സി ഡൗൺ ആയി എന്ന് കണക്കാക്കിയാൽ മതി. എഗെയിൻ 220 ഒരു സ്ട്രഗിളിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിൽ 185 തൊട്ട് 212 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 10-30 പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ് കണക്കാക്കി 222 അതോ 230 അതോ 237 വരെ ആണോ പോണത് എന്ന് നമുക്ക് ഏകദേശം അറിയാനായിട്ടാണ് 210 നമ്മൾ ഏകദേശം ഒരു ലെവൽ ഇപ്പുറത്ത് വരച്ച് വെച്ചിരിക്കുന്നത്. അതായത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. ബോഡി ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ്റെ സിറ്റുവേഷനാണ് അവിടെ നമ്മൾ വായിച്ചെടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ ലോ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ബോഡി ലെവൽ വെച്ചാലും 219 വരെ വരേണ്ടതാണ്. അതിൽ വന്നേക്കണത് 221, 2 പോയിൻറ്റും കൂടെ താഴത്തേക്ക് മാർക്കറ്റ് വരേണ്ടതായിരുന്നു. വന്നിട്ടില്ല. ഇപ്പുറത്തുണ്ടായിരുന്ന പിയിലുണ്ടായിരുന്ന ക്യാൻഡിലിൻ്റെ വലിപ്പോ വോളിയോ ഒന്നും സിയുടെ ക്യാൻഡിൽ കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകേണ്ട സാധനം തന്നെയാണത്. കാരണം ഇവിടെ 1, 2, 3, 4, 5 ക്യാൻഡിലുണ്ട് പിയുടെ. ആ 5 ക്യാൻഡിലിൻ്റെ ഏത് ലോവിൽ നിന്നാണ് റിവേഴ്സ് എടുക്കണതെന്ന് അറിയാത്ത ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 220 എന്നുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഫസ്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. സെക്കൻഡ് സപ്പോർട്ടും മാർക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങ് ടാലി ആയിട്ടില്ല. പക്ഷേ 1, 2, 3 മൂന്നാമത്തെ സപ്പോർട്ടാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. ആ മൂന്നാമത്തെ സപ്പോർട്ട് എങ്ങാനും ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 210 പിന്നെ അതിൻ്റെ താഴെയുള്ള ലെവലിലേക്കോ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ പോകും. അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ 222, 230, 239 ഏത് ലെവലാണെന്ന് നമുക്ക് അറിയാൻ പറ്റണമില്ല. സെക്കൻഡ് തിങ്, ഇവിടെ ഏത് ഭാഗത്താണ് സപ്പോർട്ട് എടുക്കണമെന്നും നമുക്ക് അത്ര വലിയ ഒരു ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റത്തില്ല. 220 219 അതോ 210 235 ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രം നമ്മൾ അഗെയിൻ പിയിലേക്ക് നോക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് തന്നെയാണത്. അപ്പോൾ 235 മേളിലോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. $230 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 233 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ മൂവ്മെൻറ്റ് വരത്തുള്ളൂ. പിന്നെ RSIയുടെ ക്രോസ് ഓവർ നിലവിൽ വന്നിട്ടുമില്ല. ഇപ്പോൾ ഇവിടെ ആർക്കറ്റ് പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പി മുകളിലേക്ക് പോണതിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചിലപ്പോൾ പിയിൽ വന്നാൽ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 210 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇവിടെ 207 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് സി ഡൗൺ ആവത്തുള്ളൂ, പി മുകളിലോട്ടും കയറത്തുള്ളൂ. എന്തോ സംതിങ് പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു മടി പോലെ. കാരണം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എങ്ങാനും പിയിൽ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റടിക്ക് സി എവിടെ ചെല്ലും? 237 വരെ ചെല്ലും. 17 പോയിൻ്റ് സിംഗിൾ ക്യാൻഡിലായിരിക്കും സിയിൽ മൂവ് ചെയ്യാൻ പോണേ. കാരണം ഇവിടുത്തെ ഈ മൂവ്മെൻറ്റ് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ പന്തിയായിട്ട് തോന്നുന്നില്ല. കാരണം ഏത് സപ്പോർട്ടാണ് 210 ഭാഗത്തേക്ക് പിയിലൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനായിട്ടുള്ള ചാൻസ്
നിൽക്കുന്ന കാരണമാണ് നമ്മൾ 230 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ എന്തെങ്കിലും പ്രതീക്ഷയുള്ളൂ. 207 താഴത്തോട്ട് സി ഡൗൺ ആയാൽ മാത്രമാണ് അതൊരു ഡൗൺ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം മനസ്സിൽ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കാരണം പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് വരും എന്നുള്ള ഒരു ഉൾവിളി ഉള്ളത് കാരണം പിയിലെടുത്ത് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഇല്ല. അപ്പം അത് എൻ്റെ ചിന്തയാണ്. ആ ചിന്ത ഏത് രീതിയിൽ വർക്കൗട്ട് ആവും എന്ന് നമുക്ക് നോക്കാം. 230 മേലെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ പിയിലുള്ളൂ. RSIയിൽ ചെറിയൊരു ചരിവൊക്കെ വരുന്നുണ്ട്, നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. കാരണം ഇവിടെ ഈ ഒരു 238 എന്നുള്ളൊരു ലെവല് ഒരു ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള ലെവലാണ് സീനെ സംബന്ധിച്ച്. കാരണം RSIയിൽ ക്രോസ് ഓവർ ഗ്രീൻ ലൈന് പൊക്കത്തും നിൽപ്പുണ്ട്, താഴത്തോട്ട് ക്രോസ് ഓവർ ആയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഓൾറെഡി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഒരു മൂവ്മെൻറ്റ് വരും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പെട്ടെന്നൊരു സ്റ്റോപ്പ് ലോസ് എങ്ങാനും താഴത്തോട്ട് വന്നാൽ അടപടലെ പരിപാടികളൊക്കെ പാളും. 207 ലെവലിന് താഴത്തോട്ട് വരാതെ സി ഡൗൺ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുവരെ മാർക്കറ്റ് സി സൈഡ് തന്നെയാണ്. പിന്നെ സെക്കൻഡ് തിങ്, 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ ആദ്യത്തെ ഒരു വലിയ റെഡ് ക്യാൻഡിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. അതിനുശേഷം SMA സപ്പോർട്ട് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഡോജി ക്യാൻഡിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ 10 മണിയുടെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മണിയുടെ ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വന്നു കഴിഞ്ഞാൽ സിയിലൊരു ബിഗ് മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കാം. 10 മണിയുടെ മൂവ്മെൻറ്റും കൂടെ നോക്കിയാൽ നമുക്കറിയാം മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലാണ് നിൽക്കണമെന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 15 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സിൻ്റെ ക്യാൻഡലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ ഈ 213, 220-നും 207-നും ഇടക്ക് നിലവിലുള്ള ക്യാൻഡിൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇനി 5-6 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അടുത്ത ക്യാൻഡിൽ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ സി പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്, ഡോജി ക്യാൻഡിൽ വിത്ത് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ. അതുകൊണ്ട് നമ്മളതത്ര അത് കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 226 ആയിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ പറഞ്ഞു എന്തോ സംതിങ് അവിടെ സ്മെല്ല്, ഒരു ക്യാൻഡിൽ അവിടെ സ്ഥലത്ത് കിടന്നിട്ട് പരുങ്ങുന്ന കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ എന്താണ് അവർ ഉദ്ദേശിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് 210 അവിടുത്തെ ലൈൻ ഓൾറെഡി എടുത്ത് മാറ്റിയേക്കാം. കാരണം താഴത്തോട്ട് പോരണമെങ്കിൽ അങ്ങ് പോന്നോട്ടെ, നമുക്ക് വലിയ പ്രത്യേകിച്ച് പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് 222 ഒരു ലെവൽ പറഞ്ഞു, പിന്നെ പറഞ്ഞ ലെവല് 230 പിന്നെ പറഞ്ഞ ലെവല് 238 അത് 10 മണിയോടുകൂടി നമുക്കറിയാം. 15 മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ 24,664 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ്. 24,664.7. ഇപ്പോൾ 24,660 നിൽക്കുന്നത്. ആ 4 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ചെന്ന് എത്തിപ്പെടാനുള്ള സ്ഥലം 24,692. അപ്പോൾ 10 മണിയുടെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RSI സ്റ്റിൽ പിയിൽ അപ്പർ സൈഡാണ് നിൽക്കുന്നത്, ക്രോസ് ഓവർ കിട്ടിയിട്ടില്ല. 230-ന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതില്ല. അപ്പോൾ 210 ഒരു ലോവർ ലെവൽ നിൽക്കുന്നത്. ബേസ് ലെവൽ ഡബിൾ ബോട്ടം, ടോപ്പ് ഡബിൾ ബോട്ടം 210 നിൽക്കുന്നത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. RSIയുടെ ക്രോസ് ഓവറൊക്കെ വന്നിട്ടുമുണ്ട്. ഇതാണ് നമ്മൾ ഇൻഡെക്സിൽ പറഞ്ഞത്. 24,664 ചെറിയൊരു റിജക്ഷൻ ഉണ്ട്. ആ റിജക്ഷനും കൂടെ ബ്രേക്ക് ചെയ്താൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്.
ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് 24,692 ഇട്ട് പോകത്തുള്ളൂ. അത് 10 മണിക്കാണ് നമുക്ക് 10 മണിയുടെ ക്യാൻഡിലാണ് ആ മൂവ്മെൻറ്റ് നമുക്ക് ഏകദേശം അറിയാനായിട്ട് പറ്റത്തുള്ളൂ. 10 മണിക്കൊരു ട്രിഗർ പ്രൈസ് മുട്ടണോ എന്നുള്ളതാണ് നമ്മൾ നിലവിൽ ഒരു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. 10 മണിക്കൊരു ടാർഗറ്റ് മിക്കപ്പോഴും ടച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടാർഗറ്റ് 24,664 അതൊക്കെ മേലെയാണോ എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് 10 മണിയോടുകൂടി ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാം. അത് 230 ആവാം, 240 ആവാം. 9:59 1 മിനിറ്റ് കൂടെ ഉണ്ട്, 46 സെക്കൻഡ് കൂടെ ഉണ്ട്. അപ്പോൾ 10 മണിക്കൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിനനുപടിയായിട്ട് ഇൻഡെക്സ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 24,674 എന്നുള്ള ലെവല് ഇൻഡെക്സ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഹൈ വോളിയം മൂവ്മെൻറ്റ് സിയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ എന്തോ നമുക്കങ്ങനെ തോന്നി, നമ്മൾ സിയിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തു. ഓൾമോസ്റ്റ് 236 ഏകദേശമാണ് നമ്മൾ 240 പറഞ്ഞത്. അത് ഇൻഡെക്സിൻ്റെ ചാർട്ട് മുട്ടുന്നതനുസരിച്ചിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു 24,646 എന്നുള്ള ലെവല് ഇൻഡെക്സ് ടച്ച് ചെയ്യാനുണ്ട്. 10 മണിയോടനുബന്ധിച്ച് അവിടെ ആയിരിക്കും ടാർഗറ്റ് ഹിറ്റ് ചെയ്യണത്. ആ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതുക്ക് മേലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിയ 24,692 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സിൽ ഓൾറെഡി RSI അപ്പർ സൈഡിലേക്കാണ് നിന്നത്. ആ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ അത് നിലവിൽ ഹോൾഡ് ചെയ്തു പോയത്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, അതേപോലെ 210 ഭാഗത്തേക്ക് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരണം എന്ന് നമ്മൾ പറഞ്ഞു. ആ ലെവലിൽ ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ആകെയുള്ളൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 236 ഒരു ലെവലൊക്കെ തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ. ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 236 ലെവലാണെങ്കിലും എൻ്റെ മനസ്സിൽ 240 മുട്ടാനായിട്ടുള്ളത്. ഈ ബ്ലൂ ലൈൻ അവിടെ ഇട്ടിട്ടുണ്ട്, അത് മാറ്റിയില്ലെങ്കിൽ ബ്രേക്ക് ആവില്ല. നമ്മൾ ലൈൻ എപ്പോൾ ഇട്ടോ റെക്റ്റാങ്കിൾ ബോക്സ് ഉണ്ട്, അതും മാറ്റി കൊടുത്തേക്കാം. അപ്പോൾ ഏകദേശം 239.55 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. 24 ആ ലെവലിലേക്ക് ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഏകദേശമൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 239-40 ആ റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 213 215 ഭാഗത്താണ് എടുത്തത്. അപ്പം അങ്ങനെ നോക്കിയാലും ഓൾമോസ്റ്റ് ഡണ്ണാണ് കാര്യങ്ങൾ. അപ്പോൾ എനിവേ അടുത്ത മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലോ എൻഗൾഫിംഗ് ആയിട്ട് ചെയ്യണം. കാരണം RSIയുടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. 203 അടുത്തേ സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ. അത് തിരിച്ച് എവിടം വരെ പോകാം? 262 ഇതിൻ്റെ ഒരു ടാർഗറ്റായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് വെച്ചാൽ ഏകദേശം 200 റേഞ്ച് ആവാം, അല്ലെങ്കിൽ പിന്നെ ആവറേജിങ് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് RSI ക്രോസ് ഓവറായി. ഇപ്പോൾ ഇതൊരു നമ്മളൊരു തീരുമാനം ഇവിടെ എടുത്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം RSI ക്രോസ് ഓവറായി റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് മേ ബി ഒരു ലോവും കൂടെ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറാം, ആവറേജ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, 262. അതാണ് ഒറ്റ ടാർഗറ്റ്. ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ആവറേജിങ് ഇല്ലെന്നുണ്ടെങ്കിൽ 262 ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ ഇതിൽ. പിന്നെ RSI മേളിലോട്ട് പോയി ക്രോസ് ഓവർ ആവുകയാണെങ്കിൽ മാത്രം അത് ഇൻ ബിറ്റ്വീൻ സ്പേസിൽ എവിടെയാണോ അവിടെ നമുക്ക് അതനുസരിച്ചിട്ടുള്ള തീരുമാനം എടുക്കാം. ഇതിൽ ആദ്യത്തെ റിജക്ഷൻ വരുന്നത് 220. 220ൻ്റെ മേളിൽ പോയാൽ സ്റ്റോപ്പ് ലോസ് കയറ്റി കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാം.
സിയിൽ 210 ചെറിയൊരു സപ്പോർട്ട് നിലവിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കൺസോളിഡേഷൻ സോൺ എന്ന് പറഞ്ഞാൽ 210 222 222 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 230 ബ്രേക്ക് ചെയ്താൽ മാത്രം എഗെയിൻ സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. കാരണം ആദ്യത്തെ റെസ്പെക്റ്റാണ് അത്. ഫസ്റ്റ് റെസ്പെക്റ്റ് രണ്ടാമതൊന്നും കൂടെ അങ്ങോട്ട് ചെല്ലാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അവിടെ ഡബിൾ സപ്പോർട്ട് ആയതുകൊണ്ടാണ് 212 എന്നുള്ള വൈറ്റ് ലൈനും ഉണ്ട്, യെല്ലോ ലൈനും ഉണ്ട്. ഇനി മേളിലെ റെസിസ്റ്റൻറ്റ് 222 222 മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 230 കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ 255 ആദ്യം നിലവിലുള്ള ഹൈ ക്ലിയർ ചെയ്യുക. അതിനുശേഷം അവിടെയും ബ്രേക്ക് ചെയ്താൽ 255 286 മാർക്കറ്റ് പോകും എന്നുള്ളൊരു പ്ലാനും കൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മതി. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചാടിക്കയറാൻ വേണ്ടിയിട്ടല്ല, അതൊരു സെക്കൻഡ് പ്ലാനായിട്ട് നമ്മൾ വെക്കുക. കാരണം ആ മൂവ്മെൻ്റ് ആണല്ലോ ഇവിടെ താഴത്തോട്ടുള്ള ലോ ആയിട്ട് വരുന്നത്. 15 മിനിറ്റ്സിൽ സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പിയിൽ മൂവ്മെൻറ്റ് വളരെ കുറവാകുന്നത്, വോളിയം കുറവാകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് 222 ഭാഗത്തേക്ക് മുകളിൽ ക്യാൻഡിൽ സ്റ്റേ ആയാൽ പിന്നെ സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും. അതർവൈസ് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ വരാം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിലുള്ളതാണ്. പിന്നെ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ RSI ഒക്കെ 50% വെച്ച് തിരിഞ്ഞ ചരിത്രങ്ങളൊക്കെ നിലവിലുള്ളതാണ്. അത് വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. തൽക്കാലം 5 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ നോക്കാം. ക്രോസ് ഓവർ റെഡിലേക്ക് കയറിയിട്ടുമില്ല. പിന്നെ നമ്മൾ കുറച്ച് എയർലി എൻട്രി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് സേഫ് സോൺ എത്തിയിട്ടുണ്ട്. ആ സേഫ് സോൺ എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 233.69 SMA ലെവൽ. 231.69 മാർക്കറ്റ് എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ 233 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 റീസണുകളാണ്. ഒന്ന്, ഇവിടുത്തെ ഒരു വയലറ്റ് ലൈനിൻ്റെ ബോട്ടം സൈഡിലുള്ള ടച്ചിങ്. സെക്കൻഡ് തിങ്, ഇവിടെ സിയിൽ 200 എന്നുള്ളൊരു ലെവല് കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് നിൽക്കുക. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ 233.30 ഒരു ബഫർ സോണ് അല്ലെങ്കിൽ 235 നിലവിലെത്തിയിട്ടുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ ഇതൊരു സേഫ് സോണാണ്. സെക്കൻഡ് സേഫ് സോൺ എന്ന് പറഞ്ഞാൽ 238 245 ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ്. നമ്മുടെ ഫൈനൽ ടാർഗറ്റാണ് ഈ ഒരു 260 എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള ആ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 210 എടുത്തത്, 233 എത്തി. അതായത് 23 പോയിൻ്റ് ഈസി റൈഡ് അവിടെ നടന്നിട്ടുണ്ട്. ഇനിയുള്ള മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ RSI മേളിപ്പോയി അല്ലെങ്കിൽ എവിടെ ക്രോസ് ഓവർ ആവാനായിട്ട് ഇതിൻ്റെ ഈ വിഡ്ത്ത് നിയർ അടുത്തടുത്ത് വരുന്നോ അതനുസരിച്ചിട്ട് നമ്മൾ അലർട്ടായി കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ സെക്കൻഡ് ടാർഗറ്റും ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട്. കാരണം 242 ഒരു കൺസോളിഡേഷൻ സോണാണ്. അവിടെ കുറച്ച് നേരം ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി 250 ബ്രേക്ക് ചെയ്താലാണ് നമുക്ക്
260 262 എന്നുള്ള നമ്മുടെ ഫൈനൽ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അതും കഴിഞ്ഞ് മാർക്കറ്റ് മൂവ് ചെയ്താലോ മാർക്കറ്റ് 304 വരെയുള്ള സ്പേസ് ഉണ്ട്. അത് ഇന്ന് എത്തണമെന്നില്ല. 304 എന്ന് പറഞ്ഞൊരു ലെവൽ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പേ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെവലാണ്. ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും. കാരണം 242 കൺസോളിഡേഷൻ സോണാണ്. ആ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തതിന് ശേഷം മേ ബി നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണെങ്കിൽ ഈ RSI ഗ്രീൻ ലെവലിന് മുകളിൽ പോകുമ്പോൾ മാർക്കറ്റ് 242നും 250നും ഇടയിൽ തന്നെ നിൽക്കണം. പിന്നെ 250 ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിയാൽ 10 പോയിൻറ്റും കൂടെ മൂവ് ചെയ്താൽ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ആയി. അപ്പോൾ 50 പോയിൻറ്റ് നമുക്ക് ഈസി റൈഡിൽ കിട്ടും. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് 245. അത് കഴിഞ്ഞിട്ട് ആ ഒരു കടമ്പയും കൂടെ കടന്നു കഴിഞ്ഞാൽ 260 എന്നുള്ള ഫൈനൽ ടാർഗറ്റ് റീച്ച് ചെയ്യത്തുള്ളൂ. മാർക്കറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റ് 245, ആദ്യത്തെ ടാർഗറ്റ് നമ്മുടെ SMA ആയിരുന്നു. 260 നമ്മളുടെ മെയിൻ ടാർഗറ്റ്. അതിൽ ഫസ്റ്റ് ടാർഗറ്റ് SMA, സെക്കൻഡ് ടാർഗറ്റ് 245 ആയിരുന്നു നമ്മളുടേത് ഹിറ്റ് ചെയ്തത്. ഇനി 245 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ 262ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. RSI ഓൾറെഡി ചെറിയൊരു ക്രോസ് ഓവർ പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് കൺഫേം ഒന്നും ആയിട്ടില്ല. നമ്മളെന്തായാലും സിയിലേക്ക് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ കൺസോളിഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതേപോലെ ക്രോസ് ഓവർ 15 മിനിറ്റ്സിൻ്റെത് ഒരു ക്രോസ് ഓവർ ഡൗണിലേക്ക് ആയിട്ടുണ്ട്. അതായത് പി സൈഡിലേക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സി ഇനി എന്ത് മൂവ് കിട്ടിയാലും എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ 54 മിനിറ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്നാണ് 210 നിന്നാണ് എൻട്രി എടുത്തത്. അതേപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് SMA, സെക്കൻഡ് ടാർഗറ്റ് 245 നമ്മൾ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 245 നമ്മളതിൻ്റെ ഇടയ്ക്ക് പറയുകയും ചെയ്തതാണ്. ഇത് അടുത്തൊരു ഇനിയിപ്പോൾ 15 മിനിറ്റ്സിൽ RSI പീക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്. അത് ക്രോസ് ഓവറും കൂടെ കിട്ടി മാർക്കറ്റ് 245 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഫ്റ്റർനൂൺ മൂവ്മെൻറ്റ് നമുക്ക് 260ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന വിധത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു.